ഹലോ ഗായ്സ്, ദിസ് ഈസ് മുഹമ്മദ് റഫീഖ് വിത്ത് യു. നിങ്ങളുടെ ഐഫോണിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിർബന്ധമായി ഈ 4 കാര്യങ്ങൾ ഗൂഗിൾ ക്രോമിൽ ബ്ലോക്ക് ചെയ്തു വെക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പണി കിട്ടിയത് ഈ ഒരു സെറ്റിങ്സ് ഓണാക്കി ഇട്ടത് കൊണ്ടാണ്. അപ്പോൾ വേഗം പോയി ഈ സെറ്റിങ്സ് ഡിസേബിൾ ചെയ്യാൻ നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുമ്പോൾ ഫുൾ പ്രൊട്ടക്ഷനിൽ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും വോയിസും എല്ലാം ഇൻ്റർനെറ്റിൽ നിങ്ങൾ അറിയാതെ തന്നെ യൂസ് ആകുന്നതായിരിക്കും. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഐഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. കുറച്ച് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോം കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അലോ ക്രോം ടു ആക്സസ് എന്നൊരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ, ഫോട്ടോസ്, മൈക്രോഫോൺ, ക്യാമറ എന്നീ 4 ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു 4 ഓപ്ഷൻസാണ് നമ്മളിപ്പോൾ ഡിസേബിൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ലൊക്കേഷനാണ്. അത് എനേബിൾ ആയി കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൽ നിങ്ങളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സെക്കൻഡ് ഓപ്ഷൻ ഫോട്ടോസ് എനേബിൾ ആയി കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് ആക്സസ് ലഭിക്കുന്നതാണ്. അതുപോലെ മൈക്രോഫോൺ എനേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വോയിസ് ഗൂഗിൾ ക്രോമിന് ട്രേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ക്യാമറയും എനേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ അവർക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ലൊക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നെവർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഫോട്ടോസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അതിലും നൺ എന്നതിൽ സെലക്ട് ചെയ്യുക. അതുപോലെ മൈക്രോഫോണിൽ ഒരു ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡിസേബിൾ ആകുന്നതാണ്. അതുപോലെ തന്നെ ക്യാമറയിലും ഒരു ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. അതും ക്ലിക്ക് ചെയ്താൽ അത് ഡിസേബിൾ ആകുന്നതാണ്. ഈ 4 ഓപ്ഷൻസ് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻറ്റോടെ ഈ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ ആ പെർമിഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ അത് ഓഫ് ചെയ്യാൻ മറക്കരുത്. വളരെ ഈസി അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.